എൻ്റെ ബോസ് ഒരു എം ബി എക്കാരനെ വെല്ലുട്ടോ. അയാളെ വീക്ഷണമൊക്കെ ഉണ്ടല്ലോ, അയാളുടെ കാഴ്ചപ്പാട്. ഒരു എം ബി എ എടുത്താൽ പോലും, ഒരു എം ബി എ പഠിച്ചാൽ എം ബി എ മാത്രമേ അതിൽ ഒതുങ്ങി തെക്കടെ തരികട കളിക്കുക. ഇയാൾ വിശാലമായ ലോകത്തേക്ക് നല്ല കാഴ്ചപ്പാട്. ഇനി ആലോചിച്ചൊക്കെ വേണ്ട, എനിക്കൊരു ഡിഗ്രി വേണമെന്നൊരു സമൂഹത്തിൽ ഇതൊക്കെ അതും തെറ്റിദ്ധാരണ. ഇപ്പം ഞാൻ മനസ്സിലാക്കി, ഇനിയൊരു കുട്ടി എനിക്കുണ്ടെങ്കിൽ ഞാനൊരു ഡിഗ്രി അല്ല, ഓൻ അഭിരുചിയുണ്ട്, അവൻ ഡിഗ്രിക്ക് പോകണമെന്നും പറയാനും പഠിപ്പിക്കും. ശരിക്കും ഈ ഇന്ത്യയെ പറ്റി +2 കഴിഞ്ഞപ്പോൾ തന്നെ വിടണ്ടേ? അല്ല, അന്ന് ഇയാളില്ല കേട്ടോ, ഇയാൾ 24 തുടങ്ങിയത്. പക്ഷെ അയാളെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, ഭയങ്കര കാഴ്ചപ്പാടാണ്. ഒരു എം ബി എക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക, ഒരു സർവ്വകലാബല്ലഭൻ്റെ കാഴ്ചപ്പാടാണ് അയാൾക്ക്. കാരണം അയാൾ പറയാം, എത്ര കറക്റ്റായി ആലോചിച്ചത്. 4 ലക്ഷം ഈ കൊടുത്ത് പഠിച്ചിട്ട് എൻ്റെ ഇപ്പോൾ ഒരു ഹോട്ടൽ മാനേജർ സിസ്റ്റമാറ്റിക് കുറേ ബുക്ക്, കുറേ അതിനൊക്കെ ഇതൊരു ഒരു ബിസിനസ്, ഒരു ശൃംഖലയാണ്. കുറേ ബുക്ക് വിൽക്കുന്നവർ കുറേ കിട്ടും, കോട്ടടിക്കുന്നവർ കുറേ പൈസ കിട്ടും, കുറേ മാഷുമാർക്ക് ശമ്പളം കിട്ടും. ഓലും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും പകരം എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടി. എന്ത് പ്ലേസ്മെൻറ്റ് കിട്ടിയത്? എന്താ ഇയാൾ ധൈര്യം തെളിയിക്കുക, കോൺഫിഡൻസ് ആയി അംഗീകരിക്കുന്നുണ്ട്. എന്താണ് നടന്നില്ല, നടക്കട്ടെ, നടക്കും, നടന്നിരിക്കുന്ന അയാൾ പറയുന്നത് എന്താ? അങ്ങനെ ആർക്കെയും പറയേ 4 കൊല്ലങ്ങൾ പഠിപ്പിച്ചേക്ക് ഇത്ര ധൈര്യം പറയും, ഇറങ്ങിപ്പോരും. എന്നാലും പറയും 4 കൊല്ലം പ്രാക്ടീസ് വേണമെന്ന്. ഇപ്പം നിങ്ങളൊക്കെ പഠിച്ചവരോടൊക്കെ പറയുന്നത് ഡോക്ടർ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ ആരെങ്കിലും എടുക്കും ചോദിക്കുന്നത് ഒരു 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് അല്ലെ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ കയറ്റുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ ഫോളോ അപ്പ് കോഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നോക്ക്, എന്താ എൻ്റെ ഇഷ്ടം പോലെ അടിപൊളിയാണ് മോനെ. അത് കേട്ടാൽ ഞാൻ അയാളെ എൻ്റെ ക്ലാസ്സിനേക്കാൾ ഉപരി വിശാലമായ ലോകത്തേക്കുള്ള കാഴ്ചപ്പാടിലാണ് അയാൾ. അയാളൊരു ഭയങ്കര എക്കണോമിക് സ്റ്റാൻഡാണ്. അയാളൊരു ഒരു സാമ്പത്തിക വിദഗ്ധം കൂടിയാണ്. നിനക്ക് പോകാൻ പറ്റേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.